നാം ഇന്ന് പറയാൻ പോകുന്നത് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചിരുന്ന ഒരു പ്രത്യേക തരം പാനീയം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം വല്ലാത്ത ചൂടുള്ള ഒരു കാലാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ചൂട്. നമ്മുടെ ശരീരം തളർന്നു പോകുന്നു, നമ്മൾ വിയർത്തു പോകുന്നു. പല ആളുകളും സൂര്യാഘാതമേറ്റുകൊണ്ട് മരണപ്പെട്ടു പോകുന്നു. പല ജില്ലകളിലും ചൂട് അതികഠിനമാണ്. അവിടെ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധിയിലാണ്. വല്ലാത്ത ചൂടുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇതിൽ നിന്നൊരു മോചനം നൽകട്ടെ. അള്ളാഹു നമുക്ക് മഴ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ നരകത്തിലെ ചൂടാണ്. ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാം എങ്ങനെ മരണപ്പെട്ട് ചെന്നാൽ അള്ളാഹുവിന്റെ നരകത്തിലെ ചൂട്, പരലോകത്തിലെ ചൂട് നാം സഹിക്കും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന മഹ്ശറ, അവിടെയുള്ള ആ ചൂടിന് നമ്മൾ എങ്ങനെ സഹിക്കും, എങ്ങനെ തരണം ചെയ്യും? അതുകൊണ്ട് ഈ ചൂട് അള്ളാഹു തന്ന ഒരു പരീക്ഷണമാണ്. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഈ ചൂടൊക്കെ. നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ. അള്ളാന്റെ ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, ഖുൽനാറു ജഹന്നമ അശദ്ദു ഹർറാ. ഈ ചൂടൊന്നൊരു ചൂടല്ല, നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്തിലെ ചൂട്, നരകത്തിലെ ചൂടുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ചൂട്. അത് സഹിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനുള്ള കഠിനാധ്വാനം നാം ഇവിടെ നിന്ന് ചെയ്യണം. അതാണ് ആദ്യമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് അതാണ്. അതുകൊണ്ട് ഈ ദുന്യാവിൽ നിന്ന് നമ്മള് പരലോകത്തിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അധ്വാനിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവര്, ഈ ചൂടുള്ള കാലാവസ്ഥയിൽ പ്രധാനമായിട്ട് നാം ചെയ്യേണ്ട കാര്യം നന്നായി വെള്ളം കുടിക്കുക എന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ട് പലവിധ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം നാം നന്നായി കുടിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ നമുക്ക് പല പ്രയാസങ്ങളും നമുക്ക് ശാരീരികമായി അത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങ കലക്കിയ വെള്ളം, അത് നല്ലതാണ് ശരീരത്തിന്. ചെറുനാരങ്ങ കലക്കിയ വെള്ളം കുടിക്കുന്നത്, ഉപ്പൊക്കെ ഇട്ട് ചെറുനാരങ്ങ വെള്ളം കലക്കിക്കൊണ്ട് കുടിക്കുന്നത് നല്ലതാണെന്ന് വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നതായിട്ട് പല മഹത്തുക്കളും കിതാബുകളിലും രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നന്നായി വെള്ളം കുടിക്കുക, അത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചിരുന്ന ഒരു പാനീയമുണ്ട്, വെള്ളത്തിൽ തേൻ കലക്കിക്കൊണ്ടുള്ള ഒരു പാനീയം. അത് ഹബീബായ തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. ഹദീസുകളിൽ കാണാൻ കഴിയും, ഹബീബായ തങ്ങൾ പ്രഭാതത്തിലൊക്കെ കുടിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. വെള്ളത്തിൽ തേൻ കലക്കിക്കൊണ്ടുള്ള പാനീയം, അത് നമുക്ക് കുടിക്കാം. അത് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ അത് കുടിക്കും, നല്ലതാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ വല്ലാത്ത ഊർജവും ഉന്മേഷമൊക്കെ നൽകാൻ ഉതകുന്ന നല്ലൊരു പാനീയമാണ്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചിരുന്ന പാനീയവുമാണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ രാവിലെ പ്രഭാതത്തിൽ ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ ചൂടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ശരീരത്തെ ചൂടിൽ നിന്ന് തടുത്തു നിർത്താൻ, ആ വല്ലാത്ത ചൂടിന്റെ പ്രയാസം നമ്മുടെ ശരീരത്തിന് ഏൽക്കാതിരിക്കാനൊക്കെ പ്രഭാതത്തിൽ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഈത്തപ്പഴമൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല എനർജി ഉണ്ടാകാനൊക്കെ അത് ഉതകും. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം, മറ്റു ഫ്രൂട്ട്സ് ഒക്കെ പ്രഭാതത്തിൽ കഴിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രി സമയത്ത് വെജിറ്റബിൾ സലാഡൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. വെജിറ്റബിളുമായി ബന്ധപ്പെട്ട് പച്ചക്കറിയുടെ ഒക്കെ സലാഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്, അതൊക്കെ നമ്മുടെ ശരീരത്തെ ഈ ചൂടുള്ള ഈ കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ ഒന്നും സംഭവിക്കാതെ, ശാരീരികമായി പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതെ അത് സംരക്ഷിക്കാൻ ഈ ഭക്ഷണ രീതിയൊക്കെ ഉതകുന്നതാണ്. അതുപോലെ തന്നെ ചിക്കനൊക്കെ ഒഴിവാക്കുക. ചിക്കനൊക്കെ വല്ലാത്ത ചൂടാണ്.
ചൂടുള്ള വസ്തുവാണ് ചിക്കൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിക്കനൊക്കെ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഇടക്കിടക്കൊക്കെ മുഖം കഴുകുന്നത്, നല്ല തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതൊക്കെ എന്താണ്, നമ്മുടെ ശരീരത്തിന് ഒരു ആശ്വാസമാണ്. ചൂടിൽ നിന്നൊക്കെ നമുക്ക് വല്ലാതെ ചൂടേറ്റുകൊണ്ട് വന്നിട്ട് മുഖം കഴുകുമ്പോൾ എന്താവും, വല്ലാത്തൊരു ആശ്വാസം കിട്ടും തണുത്ത വെള്ളം കൊണ്ട്. അതുപോലെ തന്നെ ചൂടുള്ള സ്ഥലത്ത് നിന്ന്, പുറത്തുനിന്ന് നല്ല ചൂടാണ്, ആ ചൂടിൽ നിന്ന് വന്നുകൊണ്ട് നല്ല തണുത്ത വെള്ളം എന്ത് ചെയ്യരുത്, കുടിക്കരുതെന്ന് വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ പലവിധ ഡോക്ടർമാരും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ചൂട് ഉള്ള കാലാവസ്ഥയിൽ നിന്ന് കയറി വന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നല്ല തണുത്ത വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്ന് പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ഈ പോളിസ്റ്ററിന്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചാൽ എന്താവും, അതിന്റെ ഉള്ളിൽ തന്നെ ചൂട് വന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പല പ്രയാസങ്ങളുണ്ടാകും അല്ലെ. പലരുടെയൊക്കെ ശരീരത്തിൽ ചൂടുകുരു പൊന്തിയിട്ടുണ്ടാകും. എല്ലാവരുടെ ശരീരത്തിൽ ചൂടുകുരു പൊന്തിയിട്ട് അതിങ്ങനെ ചൊറിച്ചിലും പ്രയാസവും ഒക്കെ ആയിരിക്കും. ഈ ചൂട് സഹിക്കവയ്യാതെ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയാതെ ആകുമ്പോഴാണ് ചൂടുകുരൊക്കെ പൊന്തുന്നത്. ചെറിയ മക്കൾക്കൊക്കെ അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കറുപ്പ് വസ്ത്രം ധരിക്കാതിരിക്കുക. കറുപ്പ് വസ്ത്രം വെയിലിനെ വല്ലാതെ ആകർഷിക്കുന്ന വസ്ത്രമാണ്, വല്ലാതെ ആഗിരണം ചെയ്യുന്ന വസ്ത്രമാണ് കറുപ്പ് വസ്ത്രം എന്ന് പറയുന്നത്. ആ കറുപ്പ് വസ്ത്രം പരമാവധി ഒഴിവാക്കി വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ ചൂടിനെ ആഗിരണം ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ വെള്ള വസ്ത്രമാണ് ഏറ്റവും നല്ലത്. ചൂടെന്താവും, പുറന്തള്ളുകയാണ് ചെയ്യുക വെള്ള വസ്ത്രം. അതും വെള്ള കോട്ടന്റെ വസ്ത്രമാകുമ്പോൾ അത് ഏറ്റവും നല്ലതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. അതുപോലെ തന്നെ വെള്ളം ഒരു തുള്ളി പോലും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. വെള്ളം മൂല്യമാണ്. പല സ്ഥലങ്ങളിലും വെള്ളമില്ലാതെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. കുടിക്കാൻ പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്ക് നമുക്ക് അത്യാവശ്യമാണ് ജലം, വെള്ളം എന്ന് പറയുന്നത്. ആ ദൈനംദിന അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഒരിക്കലും പാഴാക്കി കളയരുത്. വെറുതെ വെള്ളം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. വളരെ അമൂല്യമാണ്. ജലം വളരെ സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. നിങ്ങൾ ഒഴുകുന്ന പുഴയിൽ നിന്നാണെങ്കിലും എന്ത് ചെയ്യരുത്, ഇസ്രാഫ് കാണിക്കരുത്, അവിടെയും ധൂർത്ത് കാണിക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇസ്രാഫ് കാണിക്കരുത്. ഖുലൂ വഷ്റബൂ, നിങ്ങൾ തിന്നുക കുടിക്കുക, വലാ തുസ്രിഫൂ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇസ്രാഫ് കാണിക്കരുത്, ദുർവ്യയം കാണിക്കരുതെന്ന് അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിനൊക്കെ വെള്ളം ഉപയോഗിക്കാം, അത് അമിതമായി പാഴാക്കരുതെന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹജീവികൾ, ജന്തുജാലകങ്ങൾ, പക്ഷികൾ, പറവകൾ, ഇവരൊക്കെ വെള്ളം കിട്ടാതൊക്കെ പ്രയാസത്തിൽ ചത്ത് വീഴുന്ന മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചൂടേറ്റുകൊണ്ട് വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ചത്തു വീഴുന്ന മൃഗങ്ങൾ, ഇവർക്കൊക്കെ എന്താകണം, വെള്ളം നമ്മൾ നൽകണം. പക്ഷികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താവണം, ഒരു പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് നൽകണം നമ്മൾ. അതൊക്കെ തണ്ണീർ കുടങ്ങളായിട്ടും മറ്റു പക്ഷികൾക്ക് ജലത്തിന് വേണ്ടിയുള്ള അവർക്ക് കുടിക്കാൻ സൗകര്യപ്രദമാകുന്ന രീതിയിൽ അതൊക്കെ സജ്ജീകരിച്ച് നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേൻ. അതൊരു നല്ല അമലാണ്, വലിയ പ്രതിഫലമുള്ള അമലാണ്. നമുക്കറിയാമല്ലോ, ചരിത്രത്തിൽ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് സ്വർഗം കിട്ടിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മൃഗങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മളെ സഹജീവികളാണ്, അവരെ കൂടി നമ്മൾ പരിഗണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷികളെയും പറവകളെയും മൃഗങ്ങളെയും, വളർത്തു മൃഗങ്ങളെയൊന്നും നല്ല വെയിലത്ത് കൊണ്ടുപോയി കെട്ടിയിടാൻ പാടില്ല. അവരും തണലുള്ള സമയത്ത് എന്താവണം, തണലുള്ള സ്ഥലത്തേക്ക് അവരെ മേയാൻ വേണ്ടി വിടണം. അവരെ പുല്ലൊക്കെ കഴിക്കാൻ വേണ്ടി മേയാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്തേക്ക് വിടരുത്, നല്ല വെയിലിടിക്കുന്ന സ്ഥലത്തേക്ക് വിടരുത്. അവരും നമ്മളെ പോലെ ജീവികളാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പക്ഷികൾക്കൊക്കെ വെള്ളം നൽകണം, അവരെയും പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് നല്ല അമലാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ചൂടുള്ള സമയത്ത് ശ്രദ്ധിക്കാനുള്ളപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ മഴ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.